I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also and എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. ഈ ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു, ഈ പെൺകുട്ടികളും ചേട്ടൽ. സംഭവം ശരിയാണ്, പെൺകുട്ടികൾ. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആര്യൻ്റെ ഒരു കുൽസിത ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടനായിട്ടുള്ള അജ്മലിൻ്റെ ഒരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പുറയിലാണ് ഇപ്പം ആര്യൻ്റെ ചാറ്റ് വെളിയിൽ വന്നിരിക്കുന്നത്. ആര്യനെ സംബന്ധിച്ച് ഈ അനുമോൾ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജിസൈലുമായിട്ട്, അതായത് പുതപ്പിനടിയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അനുമോൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ആ ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് ചർച്ച ചെയ്യാനെ പറ്റിയിട്ടായിരുന്നു പകുതി ആൾക്കാരും അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയം വെറുതെ കുത്തിപ്പൊക്കി സംസാരിക്കേണ്ടായിരുന്നു. കാര്യം ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഇത് റിപ്പീറ്റഡ്ലി ഈ ഒരു വിഷയം ചോദിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റ ചെറ്റത്തരമാണെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്ന് വെച്ചിട്ടാണ് നൈസായിട്ട് അവർ കൈ ഒഴിഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് കാണിക്കായിരുന്നു. പക്ഷേ അവരത് മനഃപൂർവ്വം കാണിച്ചില്ല. എന്തായാലും ഈ പറയുന്ന ആര്യൻ്റെ ഇപ്പോഴത്തെ ചാറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതായത് പുള്ളിക്കാരൻ കാലിക്കറ്റ് കണ്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ മെസ്സേജ് അയച്ചു, നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ്, നിങ്ങൾ മറ്റേ ഫ്രീ ആണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരണം എന്നൊക്കെ തരത്തിലാണ് പുള്ളി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് നൈസായിട്ട് ഫ്ലേർട്ട് ചെയ്യുവാണ്, അല്ല വേറെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കെ, നോട്ട് ലൈക്ക് നത്തിങ് എൽസ്. ഓക്കെ, ലൈക്ക് ഡോണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ചിൽ അറൗണ്ട് വിത്ത് ഇൻ ദ ടൗൺ. സോ ഇഫ് യു ഫ്രീ സം ടൈം ടുഡേ യു കൻ ലൈക്ക് ക്യാച്ച് അപ്പ്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സകല കോഴികളും ആദ്യമേ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയായിരിക്കും. വേറെ ഒന്നും തോന്നരുത്, ഞാനിവിടെ കാലിക്കട്ടുണ്ട്, എനിക്ക് വേറെ സുഹൃത്തുക്കളൊന്നുമില്ല, വേണമെങ്കിൽ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഒരു ചാറ്റിൻ്റെ ഒരു രീതി കാണണം. വോണ ക്യാച്ചപ്പ്, ഗ്രാബ് സം കോഫി ഓർ ഫുഡ് ഡിന്നർ എന്നൊക്കെ ചോദിച്ചിട്ട് ആരും നൈസായിട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ 1, 2, 3 റിപ്ലൈ കണ്ട് ഈ ഒരു ചാറ്റിൽ കാണുന്നുള്ളൂ. ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം. ഓൺലി ഇയർ ഫോർ എ ഡേ, ഐ ലീവ് ഹോം ആഫ്റ്റർ ഷൂട്ട്, മോർണിംഗ് ഓൾസോ ഐ ആം ഫ്രീ, ആർ ഇൻ ഡ്യൂ ഫ്രീ ടുഡേ എന്നൊക്കെയാണ് ആരും ചോദിച്ചേക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഐ മീൻ ഞാൻ വെറുതെ ടെക്സ്റ്റ് അയച്ചാട്ടോ. ലൈക്ക് ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ വെരി ക്യൂട്ട്. അപ്പം ഞാൻ ടെക്സ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. സോ യാ, ദാറ്റ്സ് അബൌട്ട് മീ. വി കൻ ടോക്ക് ഓൺ കോൾ ഓൾസോ ഇഫ് യു വാണ്ട് സം ടൈം. അതെ, പ്രൊഫൈൽ കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നി. അതൊന്നും വലിയ തെറ്റൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ തിരഞ്ഞെടുത്ത് പോയി അങ്ങോട്ട് മെസ്സേജ് അയച്ച് അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നത് തെറ്റ് തോന്നത്തില്ല. അതായത് ആര്യനെയും ജിസൈലിനെയും ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അനുമോൾ പറഞ്ഞത് പച്ച കള്ളമാണ്, അനുമോൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം മേ ബി ഇത് വളച്ചൊടിക്കും. അവരെല്ലാവരും പറയാൻ പോകുന്ന ഇത് തന്നെയായിരിക്കും. അതിനിപ്പോൾ എന്താ, നല്ലൊരു പ്രൊഫൈലല്ലേ, അവന് മെസ്സേജ് അയച്ചുകൂടെ, അവൻ മനുഷ്യനല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. ഇനിയിപ്പം വേറൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടികളെ പഴി ചാരാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ അജ്മലിൻ്റെ ഒരു കേസിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അതായത് മോശമായിട്ടല്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ പറയുന്ന പല കാര്യങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ക്ലോസ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്ന സമയത്താണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും എന്തോ പറയുന്നത്, ഈ പറയുന്ന പെൺകുട്ടികളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. ഈ പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാര്യം ഒരു നല്ലൊരു സെലിബ്രിറ്റിയോ നല്ലൊരു പ്രൊഫൈലോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആരാധന മൂത്ത് പോയി അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കല്ലേ. ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ വെറും 30 സെക്കൻഡ് റീലിനകത്തും അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും സിനിമയ്ക്കകത്തൊക്കെ ആയിരിക്കും കണ്ടേക്കുന്നത്. അങ്ങനെ കണ്ടെന്ന് വെച്ച് ഇവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ആരാധന തലയ്ക്ക് പിടിച്ചിട്ട് പോയിട്ട് കഴിവതും ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ചെന്ന് പെടാതിരിക്കാനാണ് നിങ്ങളിവിടെ ശ്രമിക്കേണ്ടത്. എന്തായാലും ആരും പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. ഇവിടെ ഈ ഒരു ചാറ്റിനകത്ത് ആരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്മോക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് എൻ്റെ റൂമിലോട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ റൂമിലോട്ട് വരാം എന്ന തരത്തിലാണ് പറയണത്. ഈ ചാറ്റൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള ചാറ്റൊന്നുമില്ല. നൈസായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നൊരു സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്.
ആ ഒരു പെൺകുട്ടി ഇത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് അത് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള ചാറ്റ് നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് 1-2-3 പേര് പറഞ്ഞ് അവർ കണ്ടിട്ടുമുണ്ട്. മേ ബി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാനായിട്ടത് വെളിയിൽ വീഡിയോ എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇതിനെപ്പറ്റി പുള്ളിക്കാരൻ വിശദമായിട്ട് ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് ഇവിടെ കേൾപ്പിക്കാം. ഈ ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു, ഈ പെൺകുട്ടികളും ചേട്ടൽ. സംഭവം ശരിയാണ്, പെൺകുട്ടികളും കണക്കന്നെ ആൺകുട്ടികളും കണക്കന്നെ, രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പെൺകുട്ടികളെയും ഈ ഒരു കാര്യം ബാധിക്കപ്പെടുന്നുണ്ട്. അതായത് ജെന്യുവനായിട്ട് കാര്യങ്ങൾ വന്ന് ഓപ്പണായിട്ട് പറയുമ്പം പോലും ആൾക്കാർ അത് വേറൊരു രീതിയിലോട്ടാണ് എടുക്കുന്നത്. അതായത് നീ അങ്ങോട്ട് കയറി ചെന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്ന തരത്തിലൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളവരൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ചെയ്തവരല്ല. ചിലവർ ഇവരെ തനി സ്വഭാവം കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്തവരുണ്ട്. ചിലവർ എന്താ ഈ പറയണ പോലെ ഇയാളിങ്ങനെ വന്ന് ചോദിച്ചു അപ്പം തന്നെ ചാറ്റ് സ്കിപ്പാക്കി എന്ന് പറയുന്നവരുണ്ട്. ഇനി ഓക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഐ ഡോണ്ട് നോ. ആൻഡ് ഇതെല്ലാം പുറത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലവാരത്തിന് ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇതൊന്നും വിടാത്തതും ചെയ്യാത്തതും. ഉള്ള കാര്യം അത്. കാര്യം ഈ പുറത്ത് വിടുന്ന ആൾക്കാരുടെ നിലവാരത്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇവിടെ ആര്യൻ്റെ ഗ്രൂപ്പിനകത്തൊക്കെ ഭയങ്കര ചർച്ച നടക്കുന്ന അറിഞ്ഞത്. അതായത് ഏകദേശം 1000 പേരെയും കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കണം, എന്നിട്ട് നമുക്ക് ചാനൽ കളയണം, ഇൻസ്റ്റാഗ്രാം പേജ് കൂട്ടിക്കണം എന്നൊക്കെ തരത്തിൽ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, യൂട്യൂബ് ചാനലൊക്കെ കിടന്ന് 1000 വട്ടം അല്ല 50,000 വട്ടം കിടന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് വലിയ പ്രായമൊന്നുമില്ല. യൂട്യൂബിൻ്റെ പോളിസി കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. യൂട്യൂബിന് തോന്നണം നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റും. അത് ആരാണോ ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് തന്നു കഴിഞ്ഞാലും നമുക്ക് അതേപോലെ ഒരു ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പൊട്ടുവന്നേ ഉള്ളൂ. അതുകൊണ്ട് അമ്മാതിരി ചിന്തകളും കാര്യങ്ങളൊക്കെ നിൻ്റെയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾ ആരാധിക്കുന്ന ആളുടെ വോയിസും വീഡിയോസും ഒക്കെയാണ് ഇപ്പം നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. ചെയ്തത് തെണ്ടിത്തരവാ, അത് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു ചാറ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം. ഈ പുള്ളി ഷെയർ ചെയ്തിരിക്കുന്ന ഹി ടെക്സ്റ്റഡ് മീ ഓൺ സ്നാപ്ചാറ്റ് ആൻഡ് ദി ഫസ്റ്റ് തിങ് ഹി ആസ്ക്ഡ് വാസ് എൻ്റെ ബോഡി കൗണ്ട് എന്താ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പയ്യൻ എത്ര വയസ്സുണ്ട്? 21-22 വയസ്സൊക്കെ കണ്ടേ ഉള്ളൂ. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തുമായിരിക്കും ഇവിടെ? ആ അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈവൺ ഈ പറഞ്ഞ ജിസൈലിൻ്റെ അടുത്തായാലും അനുമോളുടെ അടുത്തായാലും ഭയങ്കര കാര്യമായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായത്. പക്ഷേ ഇങ്ങനെയുള്ള ചാറ്റും വീഡിയോസും ഒക്കെ കാണുമ്പം അവർക്ക് തന്നെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു പയ്യനെ ആലോചിച്ച് ആൻഡ് ഒരു ഹേറ്റും സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു തന്നെ ചെയ്തത് തന്നെ അയാൾ എന്നിറങ്ങാവോ താഴെ, അങ്ങനെ പോയിട്ടുണ്ട് എയറിലോട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല. സോ ആര്യൻ്റെ എന്താ പറയുക, ഫാൻസൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നുള്ളൂ. സോ ഡോണ്ട് വറി. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. കൂടുതൽ കാര്യങ്ങളൊന്നും വെളിയിൽ വിടുന്നില്ല എന്ന്. കാര്യം വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള പെൺകുട്ടികളെയാണ് ഇത് ബാധിക്കപ്പെടുന്നത് എന്നാണ് പറയണത്. അപ്പം ഒരു കാര്യം എനിക്ക് എന്തായാലും ഉറപ്പായി, നമ്മുടെ അനുമോള് പറഞ്ഞത് വളരെ പരമാർത്ഥമായി മാറിയിരിക്കുവാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അനുമോളെ വന്ന് കുറ്റം പറയുമായിരുന്നു. ഇവർക്ക് 2 പേർക്കും പുറത്തൊരു ഫ്യൂച്ചറുണ്ട്, നീ ഫ്യൂച്ചർ നശിപ്പിക്കാനല്ലേ ഇറങ്ങിയിരിക്കുന്നത്, എന്തെല്ലാം തെണ്ടിത്തരമായിരുന്നല്ലേ പറഞ്ഞുകൊണ്ട് കിടന്നത്. എന്തായാലും ഇതോടെ കൂടിയിട്ട് വളരെ വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.